സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിങ്ങളുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് മാറി നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഒട്ടുമിക്ക ലേഡീസിനും ഈ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. സോ ഇങ്ങനെ സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ദ ഫസ്റ്റ് തിങ് ഞാൻ പറയാം, നമുക്ക് ലേഡീസിന് എല്ലാവർക്കും കരിയർ ഗ്യാപ്പ് വരും. ഓക്കെ, സോ നമ്മുടെ ആ കരിയർ ഗ്യാപ്പ് വന്ന് നമുക്ക് ഇനിയിപ്പം അതല്ല, നമുക്ക് ജോലിയൊന്നും വേണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം തോന്നുവാണ്, എൻ്റെ ഹസ്ബൻഡ് സമ്പാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഒരു നാൾ നിങ്ങൾക്ക് തോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം, എനിക്കും കുറച്ച് എൻ്റെതായ ചിലവുകൾക്കുള്ള എൻ്റെ കയ്യിൽ കാശ് വേണം, നിങ്ങൾക്ക് എന്തായാലും തോന്നും. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴായാലും ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരും. ഓക്കെ, സോ ഒരു ജോലി നേടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഓക്കെ, നമുക്ക് പറഞ്ഞു തുടങ്ങാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കരിയർ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മളെ ചുറ്റും നമുക്ക് ഒരുപാട് നമുക്ക് സങ്കടവും ടെൻഷനും ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കും. ഓക്കെ, സോ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾ അവർ ജോലിക്ക് പോകുന്നുണ്ടാവും, അവരെ കരിയർ ഡെവലപ്പ് ആവുന്നുണ്ടാവും, അവർ നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സിലൊരു ചിന്തയുണ്ടാവും, പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഒരു ജോലി മേടിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ. അപ്പോൾ അതൊന്നും നടക്കാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമവും കാര്യം വരും. നിങ്ങളങ്ങനെയൊന്നും വിഷമിച്ചൊന്നും ഇരിക്കണ്ട. നമ്മളുടെ സിറ്റുവേഷൻ അന്നേരം ഓർക്കുക, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ആ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന്. സോ ആ അവസ്ഥയിൽ സങ്കടപ്പെട്ടിരിക്കാതെ നമുക്ക് ഒരു ദിവസം ആ സമയം മാറും, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന, നല്ല ഏർണിങ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരും. ഓക്കെ, അങ്ങനെ ഒരു വരും എന്നുള്ള ഒരു ഹോപ്പിൽ തന്നെ നമ്മൾ നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓൺലൈനായിട്ട് ചെറിയ ചെറിയ കോഴ്സസുകൾ, ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്മെൻറ്റിങ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളൊരു അപ്ഡേഷനും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ആ കറണ്ട് ടൈമിൽ പഠിച്ചിറങ്ങിയ കുട്ടികളെക്കാളും അവർക്കായിരിക്കും ആ മുൻഗണന ഒരു ജോബിൽ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ അതിന് ആ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തൊക്കെ ന്യൂ ടെക്നോളജീസ് വന്നിട്ടുണ്ട് നമ്മുടെ ജോലിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. സോ അതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ കരിയർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സമയം മെനക്കെട്ടാൽ തന്നെ ഇപ്പം ഓൺലൈൻ കോഴ്സസുകളൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച്, കൺവീനിയൻ്റ് അനുസരിച്ചൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ടത് പറ്റില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേറൊന്നും പറയാനില്ല. ഓക്കെ, സോ അടുത്ത ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഒരുപാട് കരിയർ ഗ്യാപ്പ് വരുമ്പം നമ്മളുടെ റെസ്യൂമിനകത്ത് അത് ഉണ്ടാവും. കാരണം നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ അതിൽ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തുന്ന സമയത്ത് എന്ത് പറ്റും, ആ ഗ്യാപ്പ് അവർക്ക് മനസ്സിലാവും. നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു HR ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ റെസ്യൂമെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തുകൊണ്ട് കരിയർ ഗ്യാപ്പ്? ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പറയാനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു, എൻ്റെ കയ്യിൽ ഇന്ന കോഴ്സസുകളൊക്കെ ഉണ്ട്, ഇന്ന കോഴ്സ് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും നിങ്ങളുടെ ജോബ് എംപ്ലോയറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് കൂടുതൽ ചാൻസസും ഉണ്ട് നമുക്ക് ജോലി കിട്ടാനും നമ്മളെ സെലക്ട് ചെയ്യാനൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സമയം വെറുതെ ഇരുന്ന് നമ്മൾ കളയരുത്, എന്തെങ്കിലും സ്കില്ലുകൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ എന്തായാലും ഇന്ന് തൊട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കരുത്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ ഒക്കെ ഇരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, നമ്മൾ ചുമ്മാ ഇരിക്കരുത്, എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. സോ എനിവേ, ഓൾ ദ ബെസ്റ്റ്. ഇന്നോട്ട് തന്നെ ശ്രമിക്കാൻ വേണ്ടി നോക്കുക. ഇത്തരത്തിലുള്ള പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റിനും നമ്മളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മണി സേവിങ് ടിപ്സുകൾ കാര്യങ്ങളൊക്കെ. സോ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.